പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം ഗവർണർ നിയമസഭയിൽ അവതരിപ്പിച്ചു. 5 വർഷക്കാലം കേരളത്തിന്റെ സുവർണകാലമായിരുന്നുവെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ അവകാശപ്പെട്ടു. ദേശീയ ശരാശരിയേക്കാൾ മികച്ച വളർച്ച കേരളം കൈവരിച്ചു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായ അവസരങ്ങളുടെ സുവർണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. The last 5 years of my government has been golden age of opportunities, age where dreams came true, age that propelled Kerala towards fast trajectory of growth and development. കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നിങ്ങനെ വൻകിട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. First among them would be the rupees 5,181 crore Kochi Metro Rail project from Aluva to Peta, the first phase of which will be over by June 2016. കഴിഞ്ഞ കാലയളവിൽ സംസ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടി. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സപ്ലൈകോയുടെ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ജൈവ പച്ചക്കറി വിപണനം പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ താലൂക്കുകളിലും ഒരു സുവർണം ഷോപ്പ് ആരംഭിക്കും. 50 പഞ്ചായത്തുകളെ മാതൃകാ ഗ്രാമപഞ്ചായത്തുകളാക്കി മാറ്റും. 730 ബാറുകളും 78 ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി മദ്യവിമുക്ത സമൂഹമെന്ന കാഴ്ചപ്പാടിനോട് സർക്കാർ നീതി പുലർത്തിയെന്നും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമെന്ന നേട്ടം കേരളം കൈവരിക്കും. സംസ്ഥാനത്തിന്റെ IT കയറ്റുമതി 18,000 കോടിയിലേക്ക് ഉയർന്നെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. Adding to the list of firsts that my government has achieved, I am once again proud to say that Kerala has the first digital state in India. സ്വപ്നങ്ങൾ സഫലമാകും വരെ സർക്കാർ വിശ്രമിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ നയപ്രഖ്യാപനം പൂർത്തിയാക്കിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.